ഏറ്റവും വേഗത്തിൽ 1000 കോടി നേടുന്ന ഇന്ത്യൻ ചിത്രമായി പുഷ്പ 2. റിലീസ് ചെയ്ത് 6 ദിവസത്തിനുള്ളിലാണ് പുഷ്പ 2 ദി റൂൾ എന്ന സിനിമ 1000 കോടി ക്ലബ്ബിൽ കയറിയത്. ആദ്യ ഭാഗത്തിൻ്റെ മുഴുവൻ കളക്ഷനെയും മറികടന്നുള്ള കുതിപ്പാണ് പുഷ്പ 2വിൻ്റേത്. ഇതോടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ പല റെക്കോർഡുകളും പഴങ്കഥയായി. ഇതിനു മുൻപ് 1000 കോടി നേടിയ ഇന്ത്യൻ സിനിമകൾ ബാഹുബലി 2 ദി കൺക്ലൂഷൻ, ദംഗൽ, RRR, KGF, കൽക്കി, പഠാൻ, ജവാൻ എന്നിവയാണ്. ദിവസം കൊണ്ടാണ് ഷാരൂഖ് ഖാൻ്റെ പഠാൻ ആഗോളതലത്തിൽ 500 കോടി ക്ലബ്ബിൽ ഇടം നേടിയത്. ജവാൻ 13 ദിവസം കൊണ്ടാണെങ്കിൽ സ്ത്രീ 2 22 ദിവസവും ഗദ്ദാർ 2 24 ദിവസവും എടുത്താണ് 500 കോടി ക്ലബ്ബിലെത്തിയത്. 12 ദിവസം കൊണ്ട് വിജയ് നായകനായ ലിയോ 500 കോടി നേട്ടം കൈവരിച്ചിരുന്നു. ഈ കണക്കുകൾക്ക് മേലെയാണ് ഇപ്പോൾ പുഷ്പയുടെ റെക്കോർഡ് കളക്ഷൻ. ലോകമെമ്പാടുമുള്ള 12,500-ലധികം സ്ക്രീനുകളിലാണ് പുഷ്പ 2 ഇറങ്ങിയത്. ഈ സെയിലിൽ നിന്ന് മാത്രം ചിത്രം 100 കോടി നേട്ടം സ്വന്തമാക്കിയിരുന്നു. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാമാങ്കമാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും പദ്ധതിയിട്ടിരുന്നത്. അത് ഏറെ ഫലം കണ്ടു എന്നാണ് കളക്ഷൻ സൂചിപ്പിക്കുന്നത്. പുഷ്പ ദ റൈസ് ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി എത്തിയ പുഷ്പ 2വിന് മുന്നിൽ സകല റെക്കോർഡുകളും കടപുഴകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ. ചിത്രത്തിൽ അല്ലു അർജുന് പുറമെ രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, സുനിൽ ജഗപതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായുള്ളത്. ഇന്ത്യൻ സിനിമയിൽ 1000 കോടി ക്ലബ്ബിലെത്തുന്ന 8ാമത്തെ ചിത്രമായിരിക്കുകയാണ് പുഷ്പ 2. എന്നാൽ ഒരു സുപ്രധാന റെക്കോർഡോടെയാണ് അല്ലു അർജുൻ ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വേഗത്തിൽ 1000 കോടി ക്ലബ്ബിലെത്തിയ ചിത്രമായിരിക്കുകയാണ് ഇത്. വെറും 6 ദിനങ്ങൾ കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. പ്രവൃത്തി ദിനങ്ങളിൽ പോലും മുംബൈ അടക്കമുള്ള നഗരങ്ങളിൽ വലിയ തിരക്കാണ് ചിത്രത്തിന്. 2ാം വാരാന്ത്യത്തിലും തിയേറ്ററുകളിലേക്ക് ജനം പ്രവഹിക്കുമെന്ന് ഉറപ്പാണ്. ചിത്രത്തിൻ്റെ ലൈഫ് ടൈം കളക്ഷൻ ഇപ്പോൾ പ്രവചിക്കാനാവാത്ത സാഹചര്യമാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ.